വെൽക്കം ബാക്ക് ടു പ്രൈം ഡയറക്ഷൻ പസിൽ സീരീസിലെ 8ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇനി നോക്കാനുള്ളത് ഫ്ലോർ പസിൽസ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് ഡെസിഗ്നേഷൻ പസിലാണ്. ഇപ്പോൾ എന്താണ് ഫ്ലോർ പസിൽ. രണ്ടും എന്താണ് ഏകദേശം ഒരേ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നേരത്തെ എന്താണ് ഡെസിഗ്നേഷൻ, ഓരോ ഡെസിഗ്നേഷനായിട്ട് എന്താണ് നമ്മൾ ടേബിൾ വരച്ചിട്ടാണ് ഫില്ല് ചെയ്ത്. ഇതേപോലെ തന്നെ എന്താണ് ഈ ഫ്ലോറിന് എന്താണ് ഓരോ ഫ്ലോർ ഉണ്ടാവും. ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു ബിൽഡിങ്ങിലേക്ക് പോകുകയാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ടാവും, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ. അപ്പോൾ എന്താണ് അത് നമ്മളിങ്ങനെ ടേബിളായിട്ട് വരച്ചിട്ട് അതിൽ ഓരോന്നിടത്ത് ഫില്ല് ചെയ്ത് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, പസിൽസ് എങ്ങനെയാണ് വരിക, എങ്ങനെയാണ് അത് നമ്മൾ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെസിഗ്നേഷൻ പസിലായിട്ട് നല്ല സമയമുണ്ട്, സിമ്പിളായിട്ട് ഫില്ല് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഇത് ആദ്യത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, എന്താണ് 8 persons live in different floors of an 8-story building. The bottom most നമ്പർ 1 ആൻഡ് ടോപ്പ് മോസ്റ്റ് 8. നേരത്തെ അത് പറഞ്ഞ പോലെ എന്താണ് ചിലതിൽ എന്താണ് ഗ്രൗണ്ട് ഫ്ലോർ എന്നൊക്കെ ഉണ്ടാവും. ഗ്രൗണ്ട് ഫ്ലോർ എന്ന് വരികയാണെങ്കിൽ ചിലപ്പോൾ 0 എന്നായിരിക്കും കൊടുക്കേണ്ടി വരിക. അത് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നൊക്കെ വരിക. അപ്പോൾ എന്താണ് ഇവിടെ എന്താണ് ഗ്രൗണ്ട് ഫ്ലോറിനെ കുറിച്ചൊന്നും പറയുന്നില്ല. 1 to 8 ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ എന്താണ് ആദ്യം തന്നെ ടേബിൾ ഉണ്ടാക്കി വെക്കുക. 8, 7, 6, 5, 4, 3, 2, 1. നേരത്തെ പസിൽ എന്തായാലും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെന്താ പറഞ്ഞത്, ഡെസിഗ്നേഷനിൽ ഈ ക്ലർക്ക്, പിന്നെ എന്താണ് ഓഫീസർ, പിന്നെ GM, AGM ഇങ്ങനെയാണ് ഇത്. അപ്പോൾ അതിലെന്താണ് ടോപ്പ് മോസ്റ്റ് ഓർഡർ അല്ലെങ്കിൽ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ എന്നൊക്കെ പറഞ്ഞത്. ഇവിടെ എന്താണ് ടോപ്പ് ഫ്ലോർ. ഇതിൽ ഓരോന്നും എന്താണ് ഓരോ ഫ്ലോറാണ്. ഇതാ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ, ഫോർത്ത് ഫ്ലോർ, പിന്നെ എന്താണ് ഏറ്റവും മേലെ 8th ഫ്ലോർ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇങ്ങനെയാണ് എഴുതി വെച്ചത്. അടുത്തെന്താണ് ഇനി ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് എടുത്ത് കണ്ടീഷൻസ് ഓരോന്നായിട്ട് എടുത്ത് ഹിൻറ്റുകളാക്കി വെക്കണം. എന്താണ് G lives on even number floor but not on 2 and 6. അപ്പോൾ G എവിടെയൊക്കെ വരാം നോക്ക്. G എന്താണ് ഇവൻ നമ്പർ ഫ്ലോർ ആണ്, പക്ഷേ എന്താണ് 2ലും 6ലും അല്ല. അങ്ങനെയാണെങ്കിൽ 2, 4, 6, 8 അല്ലേ, അതിൽ 2ലും 6ലും അല്ലെങ്കിൽ ഒന്നുകിൽ 4 ആവാം അല്ലെങ്കിൽ 8 ആവാം. അപ്പോൾ G എന്നുള്ളത് 4 or 8 എന്ന് എഴുതി വെച്ച്. അടുത്ത ഏതാണ്, അടുത്ത 2 person live between G and A എന്ന്. അപ്പോൾ എന്താണ് G2A. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഈ 2 സംഭവങ്ങൾ എഴുതുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ എന്താണ് 2 കേസ് വെച്ചിട്ട് ചെയ്യേണ്ടി വരും. ഒന്നെങ്കിൽ Gനെ 4ൽ വെച്ചിട്ടും അല്ലെങ്കിൽ Gനെ 8ൽ വെച്ചിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താണ് Aനെ താഴോട്ടൊക്കെ വെച്ചിട്ട് 2 കേസായിട്ട് ചെയ്യേണ്ടി വരും എന്ന് തോന്നും. എന്താണ് ബാക്കി ഹിൻസ് കൂടി വെച്ച് നോക്കുക, എന്നിട്ട് എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഹിൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ G lives above A's ഫ്ലോർ എന്നുണ്ട്. സോറി, ഇവിടെ മിസ്സായോ. G lives above A's ഫ്ലോർ എന്നുണ്ട്. അപ്പോൾ എന്താണ് എങ്ങനെയാണല്ലേ G കഴിഞ്ഞിട്ട് താഴോട്ടേക്കാണ് A. ഒരിക്കലും എന്താണ് A മേലെ ആവില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതും നോക്കിയിട്ടുണ്ട്. ഇനി D lives above E's ഫ്ലോർ. D എന്താണ് പറയുന്നത്, ഈനേക്കാളും മേലോട്ടാണെന്നാണ് പറഞ്ഞത്. ബട്ട് ആൻഡ് D lives above E's ഫ്ലോർ ആൻഡ് D lives below C's ഫ്ലോർ. നോക്കണേ, ആൻഡ് എന്ന് പറയുമ്പോൾ അവിടുത്തെ സബ്ജക്റ്റ് ഏതാ, D ആണ്. D lives below C's ഫ്ലോർ. അപ്പോൾ Dൻ്റെ മേലോട്ട് ഏതാന്ന് പറഞ്ഞാൽ C ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. C ആണ് മേലെ, D പിന്നെ താഴെ E ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ചിലപ്പോൾ രണ്ടും അടുത്തടുത്ത് വരണമെന്നില്ല. എന്താ വെച്ചാൽ ഇവിടെ C വന്ന് വെച്ച് ഇവിടെ D വരണമെന്നില്ല. ചിലപ്പോൾ ഇവിടെ എന്താണ് C വന്ന് വെച്ചാൽ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും D വരിക. എന്തായാലും D എവിടെ വരില്ല എന്ന് പറഞ്ഞാൽ D ഇവിടെ വരില്ല. എന്തുകൊണ്ടാണ്, താഴെ ഒരു E കൂടി ഉണ്ട്. എന്താണ് താഴോട്ട് പോകാൻ സ്ഥലമില്ല. അപ്പോൾ എന്താണ് അടുത്തത് 3 person lives between A and B. അപ്പോൾ Aൻ്റെയും ബിൻ്റെ ഇടയിൽ 3 ആൾക്കാരുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അതെന്തായിരിക്കും, ചിലപ്പോൾ B മേലെ ആവാം, ചിലപ്പോൾ A മേലെ ആവാം. എന്താണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണ് 3 person live between A and B. B lives immediate above G എന്ന് പറഞ്ഞിട്ടുണ്ട്. B lives immediate above G എന്നാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക, B lives A3 ഉണ്ട്, A3B ഉണ്ട്. B lives immediate above G എന്നാണെങ്കിലും എവിടെ വരിക, ഇവിടെ വരിക. അപ്പോൾ എന്തായിരിക്കും ബീൻ്റെ ഏതൊക്കെ ഫ്ലാറ്റ് വരാൻ ചാൻസ് ഉണ്ട് നോക്ക്. ഇവിടെ ഒന്നുകിൽ G4 ആണെങ്കിൽ B എന്തായിരിക്കും 5 ആയിരിക്കും. G8 ആണെങ്കിൽ എന്താണ് B എന്തായിരിക്കും 9 എന്നല്ലേ ഇല്ല. അപ്പോൾ എന്തായിരിക്കും Gൻ്റെ പൊസിഷൻ എവിടെ വരാൻ ചാൻസ് ഉള്ളൂ, 4 വരാൻ ചാൻസ് ഉള്ളൂ. ഒന്നുകൂടി നോക്കണേ, എന്താ പറഞ്ഞത്, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് എബോവ് G ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. B എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് എബോവ് G എന്ന് പറഞ്ഞിട്ടുണ്ട്. G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ 4 or 8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സപ്പോസ് 8 ആണ് G എങ്കിൽ B എന്താണ് 9 ആയിട്ട് വരണം. 9 നമുക്ക് തരാത്തതിനെ കൊണ്ട് G എവിടെയാന്ന് പറഞ്ഞ് G4 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഫില്ല് ചെയ്യാലോ. G4 ആണെങ്കിൽ B 5 ആണ് വരിക. അപ്പോൾ A എന്തായിരിക്കും 2 എണ്ണം കഴിഞ്ഞിട്ട് A 1 ആണ് വരിക. അപ്പോൾ എന്താണ് ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കാം. എന്താണ് F lives on even number floor. അപ്പോൾ എന്തായിരിക്കും F എവിടെയൊക്കെ വരും,
നോക്കണേ, 2 ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, 4 ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, 6 ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, 8 ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താ ചെയ്തേ, ഇവിടെ 4 ഓൾറെഡി ഫില്ല് ചെയ്തതിനെ കൊണ്ട് അത് നമ്മൾ മാർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞത്. അടുത്തെന്താണ്, എഫ് ലിവ്സ് ഇമീഡിയറ്റ് എബോവ് ബീൻ്റെ ഫ്ലോറിന്ന്. അപ്പോൾ എന്തായി ഈ സംഭവങ്ങളൊന്നും എഴുതേണ്ട ആവശ്യമില്ലായിരുന്നു. എഫ് ഇമീഡിയറ്റ് എബോവ് ബീൻ്റെ. അപ്പോൾ നോക്ക്, എഫ് ഇവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എഫ് ലീവ്സ് ഇമീഡിയറ്റ് എബോവ് ബി ഫ്ലോർ. അടുത്ത 2% ലിവ് ബിറ്റ്വീൻ എഫ് ആൻഡ് എച്ച്. 2% എഫ് ആൻഡ് എച്ച് ആണെങ്കിൽ എവിടെ വരും, ഇവിടേക്ക് വരാൻ പറ്റുമോ? ഇല്ല. എന്താണ് 2 കഴിഞ്ഞിട്ട് ഇവിടെ 9ാമത്തെ ഫ്ലോറാണ് വരേണ്ടത്. അതില്ലാത്തത് കൊണ്ട് എന്താണ് 2% ലിവ് എഫ് ആൻഡ് എച്ച് ആണെങ്കിൽ ഇതാ എച്ച് ഇവിടെ വരുള്ളൂ. ഇതാ 1 2 എച്ച്. റെഡി അല്ലേ? അപ്പോൾ എന്തായി ഇതുവരെയുള്ള ഒക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഫില്ല് ചെയ്യാനുള്ള ഒരു സിയും ഡിയും ഇയും അല്ലേ. നോക്ക്, ഇവിടെ സിയും ഡി എവിടെയെങ്കിലും ഫില്ല് ചെയ്തിട്ടുണ്ടോ? അതങ്ങനെ വരിക. സി ഏറ്റവും മേലെയെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡി ഇവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇ ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ഇങ്ങനെ വന്നേ? എന്താണ് ഇങ്ങനെ വരുമ്പോൾ മാത്രമേ എന്താണ് നമ്മൾ ഈ കണ്ടീഷൻ എന്താണ് ഫോളോ ചെയ്യുള്ളൂ. അപ്പോൾ എന്തായി നമ്മളെന്താക്കി, ഈ ഫ്ലോർ പസിൽ എന്താണ് സിമ്പിളായിട്ട് സോൾവ് ചെയ്തില്ലേ? നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പസിൽ ചെയ്ത പോലെ തന്നെ, ഡെസിഗ്നേഷൻ ചെയ്ത പോലെ തന്നെയാണ് എന്താണ് ഡയറക്റ്റായിട്ട് ഇങ്ങനെ എഴുതി പോയി ഹിൻഡുകളാക്കി എഴുതി വെച്ച് അതിൽ എവിടെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് വെച്ച് ഇത് എന്തായി ചെയ്ത് വെച്ച് ചിലപ്പോൾ എന്താക്കി കേസസ് ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് ഹിൻഡ് വെച്ചിട്ട് എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ 2 കേസ് വരാൻ ചാൻസ് ഉണ്ട് പറഞ്ഞ് എന്താണ് അപ്പം തന്നെ അങ്ങനെ 2 കേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്താണ് കുറച്ചും കൂടി വായിച്ചപ്പോഴത്തേക്ക് എന്താണ് ജീൻ്റെ പൊസിഷൻ 4 മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായി ഒരു 10 സെക്കൻഡ് മിനിമം എന്താക്കി നമ്മൾ സേവ് ചെയ്തില്ലേ. അപ്പോൾ എന്താ ആദ്യം ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് വായിക്കുക. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ഒരു പൊസിഷൻ വരികയാണെങ്കിൽ അവിടെ മാത്രം നമ്മൾ ഫില്ല് ചെയ്ത് പോവുക. എന്നിട്ട് ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് വായിച്ച് ഹിൻഡുകളാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം എന്താക്കുക ഈ കേസസ് ഉണ്ടാക്കാൻ തുടങ്ങുക. അപ്പോൾ ഇവിടെ നമുക്ക് വേറെ കേസസ് ഒന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല, ഡയറക്റ്റായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അടുത്ത പസിൽ നോക്കാം. അപ്പോൾ അടുത്ത പസിലാണ് നേരത്തെ ഇതിനേക്കാളും കുറച്ചുകൂടി ഹയർ ലെവലായിട്ടുള്ളതാണ്. 7 പേഴ്സൺസ് ആണെന്ന് പറയുന്നത്. ബട്ട് എന്താണ് 8 ഡിഫറെൻറ്റ് ഫ്ലോർ. നോക്കണേ, മെയിൻ പോയിൻ്റ് ആണ് 7 ആൾക്കാരും 8 ഫ്ലോർ ഉണ്ട് എന്നാണ് പറയുന്നത്. ബട്ട് നോട്ട് നെസസറി ഇൻ ഓർഡർ. അത് വേണ്ട. ലോവർ മോസ്റ്റ് ഫ്ലോർ ഓഫ് ദ ബിൽഡിംഗ് ഈസ് നമ്പർ 1. എന്താണ് അങ്ങനെ പോകുന്നുണ്ട്. ഒരു ഫ്ലോറ് വേക്കൻ്റ് ആണ് എന്നുള്ളത്. ഇതിലെന്താണ് 8 ഫ്ലോർ ഉണ്ട്, അതിൽ 7 ആൾക്കാരുണ്ട്. അപ്പോൾ എന്തെങ്കിലും ബാക്കിയുള്ള ഒരു ഫ്ലോർ ഉണ്ടായല്ലോ, അത് വേക്കൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏതാണെന്ന് പറയാൻ പറ്റുമോ? ചിലപ്പോൾ ഫസ്റ്റ് ഫ്ലോർ ആവാം, സെക്കൻഡ് ആവാം, തേർഡ് ആവാം, ഫോർത്ത് ആവാം, 8 വരെകളിൽ ഏത് വേണമെങ്കിലും ആവാം. അപ്പോൾ അതേതാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതെന്താണ് എങ്ങനെയാണ് പറയാൻ പറ്റുക? ഇതെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോർ ഏതാണെന്ന് പറഞ്ഞാൽ എന്താണ് ഫസ്റ്റ് ഫ്ലോർ എന്താണ് 1 ആണെന്ന് പറഞ്ഞത്. ഇതാ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 8 7 6 5 4 3 2 1. ഇനി എങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യുക? ഇവിടം വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് മുതൽ വായിച്ചു കൊടുക്കുക. വി ലിവ്സ് ഓൺ 5th ഫ്ലോർ. ഡയറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യാലോ. വി 5th ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത പി ലിവ്സ് ബിലോ യു. ഡയറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പി ലിവ്സ് ബിലോ യു. യുവും വിയും കൂടി മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. എനിക്ക് അധികവും മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് പിയും യുവും മാറിപ്പോകരുത്. യുവും വിയും മാറിപ്പോകരുത് കേട്ടോ. കാരണം എന്താണ്, ചിലപ്പോൾ യു എന്ന് ഞാൻ ഇങ്ങനെ എഴുതുമ്പോൾ ചിലപ്പോൾ എന്താകും വി എന്ന് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ യു എന്ന് എഴുതുക, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് വി എന്നായിരിക്കും വായിക്കുക. അപ്പോൾ എന്താണ് മാറിപ്പോകാൻ നോക്കരുത്. അല്ല മാറിപ്പോവാതെ നമ്മളെന്തായി ശ്രദ്ധിക്കണം. അപ്പോൾ അതാണ് ബാക്കി കൂടി വായിക്കുക. പി ലിവ്സ് ബിലോ യു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. 2% ലിവ് ബിറ്റ്വീൻ വി ആൻഡ് ടി. വിൻ്റെയും ടീൻ്റെ ഇടയിൽ 2% എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാ ഇവിടെ നോക്കുകയാണെങ്കിൽ ടി ഇവിടെയും വരാം, ഇവിടെ ടി ഇവിടെയും വരിക. അതുകൊണ്ട് 2 കേസസ് ആക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ഡയറക്റ്റായിട്ട് കേസ് ഉണ്ടാക്കാൻ നിൽക്കണ്ട, എല്ലാം വായിച്ച് കഴിഞ്ഞിട്ട് കേസ് ഉണ്ടാക്കാൻ നിൽക്കുക. ഇവിടെ തൽക്കാലം എഴുതി വെക്കുക വി 2 ടി. റെഡിയാണോ? അപ്പോൾ എന്തായിരിക്കാം, ഒന്നുകിൽ ടി മേലെ വരാം അല്ലെങ്കിൽ വി താഴെ വരാം. എവിടെയെങ്കിലും ഒന്നുകിൽ ടി മേലെ വരാം അല്ലെങ്കിൽ ടി താഴെ വരാം. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തായി അതും ഒരു ഇതാക്കിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. 2% ലിവ് ബിറ്റ്വീൻ വി ആൻഡ് ടി. അടുത്ത് നൈദർ ആർ ഓർ യു ഓൺ 6th ഫ്ലോർ. 6th നമ്പർ ഫ്ലോറിൽ ആറും യു അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാ ആറും യു അല്ല എന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ് ക്യൂ ഡസ് നോട്ട് ലിവ് ഓൺ 3rd നമ്പർ ഫ്ലോർ. അപ്പോൾ എന്താണ് 3rd നമ്പറിൽ ക്യൂ അല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ക്യൂ 3rd എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് എസ് ഇമീഡിയറ്റ് ബിലോ ടി. എസ് ഇമീഡിയറ്റ് ബിലോ ടി. ഇതാ ടി വേണ്ട, അതിൻ്റെ നേരെ താഴെ എസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തെന്താണ് 6 ലിവ്സ് എബോവ് യു ആണെന്ന് പറഞ്ഞത്. 6 യുവിൻ്റെ മേലോട്ടാണെന്ന്. ഇത് അവിടെ നേരത്തെ യു എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താക്കി 6 അതിൻ്റെ നേരെ മേലെയാണ്. ഞാനിപ്പോൾ തൽക്കാലം ഒന്ന് മാറ്റി ചെയ്താണ്. 6 ഇവിടെയാണ്, താഴോട്ടാണ് യു. അങ്ങനെയാണെങ്കിൽ താഴോട്ടെന്തായിരിക്കും പി ആയിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിതാ മാറ്റി വരച്ചതാണ്. പിന്നെ എന്താണ്
ക്യൂ ഡസ് നോട്ട് ലിവ്സ് ഓൺ ഈവൻ നമ്പർ ഫ്ലോർ. ക്യൂ എന്താണെന്ന് പറഞ്ഞ് ഓടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടി മാർക്ക് ചെയ്യുക. ക്യൂ ഇത് എവിടെയൊക്കെ വരാം? 1 വരാം, 3 വരാം, 7 വരാം. കാരണം എന്താ 5 വരാത്ത? 5 ഓൾറെഡി ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യൂ ഡസ് നോട്ട് ലിവ്സ് ഓൺ ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ ആയിരിക്കും. അപ്പോൾ അതും നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. മോർ ദാൻ 1 പേഴ്സൺ ലിവ് ബിറ്റ്വീൻ യു ആൻഡ് ആർ. ഈ യുവിൻ്റെയും ആറിൻ്റെ ഇടയിൽ എന്താണെന്ന് പറഞ്ഞത്? മോർ ദാൻ 1, ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടാവും. ഒന്നുകിൽ 2 ആവാം, 3 ആവാം, 4 ആവാം. എന്തല്ല എന്ന് പറഞ്ഞ് ഇവിടെ യു ആണെങ്കിൽ ഇവിടെ 6 വരില്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇവിടെ യു ആണെങ്കിൽ ഇവിടെ 6 വരില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്താണ് കേസ്? 0യും 1ഉം ആണ്. അപ്പോൾ അത് വരില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കയ്യിൽ കിട്ടിയതെല്ലാം നമ്മൾ എന്താണ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ചെയ്യുക? എവിടെ നിന്നാണ് തുടങ്ങുക? നമുക്ക് ഇവിടെ ആകെ കയ്യിലുള്ള എന്താണ്? വി ഇവിടെയാണെന്നുള്ളതാണ്, പിന്നെ 2s ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് നേരത്തെ പറഞ്ഞ പോലെ 2 കേസായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒന്നും നമുക്ക് എന്താണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. 2 കേസായിട്ട് ചെയ്യാം. 2 കേസായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളിതാ വീന് എവിടേക്ക് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്? V2T എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ 2 എണ്ണം കഴിഞ്ഞ് ടി ഇവിടെ വരും. അതിൽ നേരത്തെ എസ് വന്നിട്ടുണ്ട്. ഇവിടെ വീന്ന് 2T, ഇവിടെ ടി വന്നിട്ടുണ്ട്, ഇവിടെ എസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായി? ഇനി ബാക്കിയുള്ളത് നോക്കിയാൽ മതി. ബാക്കിയുള്ളത് എങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ ഇതാ നമുക്ക് ഇത് ഫില്ല് ചെയ്യാൻ പറ്റും നോക്കുക. Q1, 3 or 7. ഇവിടെ 1 ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ്? 3യിൽ എന്തായാലും വരില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എവിടെയാണ് ഈ ക്യൂ എവിടെ വരാൻ ചാൻസ് ഉള്ളൂ? 1, 3യും എന്തായാലും വരില്ല എന്ന് പറഞ്ഞിട്ട് 1ഉം വരില്ല. അങ്ങനെയാണെങ്കിൽ എവിടെ വരുള്ളൂ? ക്യൂ എന്താണ്? 7ലേ വരുള്ളൂ. ഇവിടെ നോക്കുകയാണെങ്കിലോ, അടുത്ത കേസിൽ നോക്കുകയാണെങ്കിൽ ക്യൂ ഓൾറെഡി 7ഉം 5ഉം ഉണ്ട്. 3യിൽ എന്തായാലും വരില്ല. അപ്പോൾ ക്യൂ എവിടെ വരുള്ളൂ? ക്യൂ ഇവിടെ വരുള്ളൂ. അപ്പോൾ എന്തായി? ഇത് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ക്യൂവിൻ്റെ കാര്യവും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 6UP ആണുള്ളത്. നമുക്ക് 6 ഇവിടെ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് കേസ് നോക്കുകയാണെങ്കിൽ 6 ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ വരുമോ? ഇല്ല. 6 ഇവിടെയും വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ യുവും പിയും ഇവിടെ വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ എന്താണ്? 6 ഇവിടെ വരാൻ ചാൻസ് ഉള്ളൂ. ഇവിടെ വരാൻ ചാൻസ് ഉള്ളൂ. എന്താ ചെയ്തേ? 6 ഒന്നുകിൽ ഇവിടെയോ വരാൻ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ 6 ഇവിടെ വരികയാണെങ്കിൽ എന്താണ്? യുഒ പിയോ എവിടെയെങ്കിലും വരാം എന്ന് പറഞ്ഞ്. ഓക്കെ, 6 സപ്പോസ് ഇവിടെയാണ് വരുന്നതെങ്കിൽ എന്താണ്? അവിടെ വരാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? 6 ഇവിടെ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്? 6 ഇവിടെയാണ് വരിക. 6 ഇവിടെ വരികയാണെങ്കിൽ യു ഇവിടെ വരേണ്ടി വരും. പി അവിടെ വരാൻ നമുക്ക് എവിടെയെങ്കിലും എഴുതാൻ സ്ഥലമുണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്താണ്? ആകെ ഒരു പോസിബിലിറ്റി ഉള്ളൂ, 6 ഇവിടെ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്? പിന്നെ എവിടേക്കും? 6 ഇവിടെയാണെങ്കിൽ യു എവിടെ വരിക? യു ഇവിടെ വരുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ യു എവിടെ വരുള്ളൂ? യു ഇവിടെയാണെങ്കിൽ പി എവിടെ വരിക? പി ഇവിടെ വരുള്ളൂ. അപ്പോൾ എന്താണ്? ഇത് ഏകദേശം നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് ബാക്കിയുള്ളത്? ഏതാ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്? നോക്ക്. PQRSTUV ഏതാണ്? എൻ്റെ ഡബ്ല്യൂയും കൂടി ഉണ്ടോ? ഇല്ല. നമുക്ക് എന്താണ്? ഒരു വേക്കൻ്റ് ആയിട്ടുള്ളതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായിരിക്കും? 6th ഫ്ലോർ ആയിരിക്കും നമുക്ക് വേക്കൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ഏകദേശം നമ്മളെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്താണ്? 6th ഫ്ലോറാണ് വേക്കൻ്റ് ആണെന്ന് ഫസ്റ്റ് കേസിൽ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ? നമുക്ക് സെക്കൻഡ് കേസും കൂടി നോക്കിക്കളയാം. ചിലപ്പോൾ എന്തായാലും നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് കേസും കൂടി നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ സെക്കൻഡ് കേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയാണ് നിർത്തിയത്? നമ്മൾ ക്യൂവിനെ ഫില്ല് ചെയ്താണ് നിർത്തിയത്. ഇനി 6UP എവിടെ വരിക എന്നാണ് നോക്കട്ടെ. 6 എന്തായാലും ഇവിടെ വരില്ല. പിന്നെ എന്താണ്? 6 ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. 6 ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ 6 ഇവിടെ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. 6 അവിടെയാണെങ്കിൽ യു എവിടെ വരുള്ളൂ? യു ഇവിടെ വരണം, പി ഇവിടെ വരണം. നോക്ക്, 6ൻ്റെയും യുവിൻ്റെ ഇടയിൽ എന്താണ്? ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ നോക്ക്, ഗ്രേറ്റർ ദാൻ 1 ആണോ? അല്ല. അപ്പോൾ എന്തായിരിക്കും? ഇതെന്തായി? ക്യാൻസൽ ആയിപ്പോയി. ഇത് ക്യാൻസലായിപ്പോയി. എന്താ ചെയ്തത്? 6UPനെ ഫില്ല് ചെയ്യാൻ പറ്റുമോ നോക്കി. അപ്പോൾ ഇവിടെ വരില്ല എന്ന് പറഞ്ഞ് പിന്നെ 6 ഇവിടെ വരുള്ളൂ. 6 ഇവിടെ വരികയാണെങ്കിൽ യുവും പിയും ഇവിടെ വെക്കാനും പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ 6ൻ്റെയും യുവിൻ്റെ ഇടയിൽ എത്ര ആൾക്കാരുള്ളതെന്ന് പറഞ്ഞാൽ 0 ആൾക്കാരാണ്. പക്ഷേ കണ്ടീഷൻ എന്താ? 6ൻ്റെയും യുവിൻ്റെ ഇടയിൽ ഗ്രേറ്റർ ദാൻ 1 ആൾക്കാർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായി? ഈ കണ്ടീഷൻ എന്തായി? ഫാൾസ് ആയിപ്പോയി. അപ്പോൾ ആ കേസ് എന്തായി? ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് ഓൾറെഡി എന്താണ്? ഇത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 6th നമ്പർ ഫ്ലോറിൽ എന്താണ്? നമുക്ക് ആരെയും ഫില്ല് ചെയ്യില്ല. അതുകൊണ്ട് എന്തായിരിക്കും? അതായിരിക്കും വേക്കൻറ്റ്. അപ്പോൾ എന്തായി? നമുക്കിത് ഇങ്ങനെയാണ് കിട്ടിയത്. വേക്കൻറ്റ് എന്നുള്ളത് ഞാൻ ഇതിങ്ങനെ ഒരു വെട്ടിയിട്ടത് അതേ ചെയ്തുള്ളൂ. അപ്പോൾ ഇതാണ് വേക്കൻറ്റ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. പീൻ്റെ തേർഡ് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക? 3rd എബോവ് ആരാണ് എന്നായിരിക്കും ചോദിക്കുക. പിൻ്റെ 3rd എബോവ് ഫ്ലോറിൽ ആരാന്നെനിക്ക് ചോദിക്കുക. ആരാ? നോ വൺ എന്നല്ല. എന്തുകൊണ്ടാണ്? അത് വേക്കൻറ്റ് സീറ്റാണ്. പിൻ്റെ 3rd എബോവ് എന്ന് പറഞ്ഞാൽ 1 ഫസ്റ്റ് എബോവ്, സെക്കൻഡ് എബോവ്, 3rd എബോവ്. അല്ലെങ്കിൽ ക്യൂവിൻ്റെ ഇമീഡിയറ്റ്
എന്താണ് ബിലോ എന്നുള്ളത് പറയുന്നത്, അല്ലെങ്കിൽ അതായതായിരിക്കും അതും എന്താണ് 6 എന്നായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പോൾ എന്താണ് ഇതാണ് നമ്മളെ വേക്കൻറ്റ് കണ്ടീഷൻ. നമ്മളെന്താണ് നേരത്തെ എന്താണ് ഈ വേക്കൻസി ഇല്ലാത്ത സംഭവങ്ങളായിരുന്നു നോക്കിയത്. അപ്പോൾ ഇത് വേക്കൻറ്റ് കണ്ടീഷൻ. ഇനി എന്തായി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത പ്രോബ്ലം, അടുത്ത പസിൽ നമ്മളൊന്ന് നോക്കാം. ഇനിയിപ്പോൾ അടുത്ത പസിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത പസിൽ ഇങ്ങനെയാണ്. സം പീപ്പിൾ ലിവ് ഇൻ എ ബിൽഡിംഗ് വിച്ച് കൺസിസ്റ്റ് ഓഫ് സെർട്ടൈൻ ഫ്ലോസ്. എന്താണ് ഇതിൽ സെർട്ടൈൻ ഫ്ലോസ് എന്നാണ് പറയുന്നത്. നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ നോക്കിയിട്ടുണ്ട്, അൺസെർട്ടൈൻ നമ്പർ ഓഫ് പീപ്പിൾസ് എന്ന് പറഞ്ഞൊരു വീഡിയോ പസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലത്തെ ഒരു പസിലാണ് ഇത്. ഇതിലാണ് സെർട്ടൈൻ ഫ്ലോസ് എന്ന് പറഞ്ഞത്. സെർട്ടൈൻ ആണ്, ഫ്ലോർ എത്രയാണെന്ന് സെർട്ടൈൻ ആണ്. പക്ഷേ എന്താണ് നമുക്ക് എത്രയാണെന്ന് അറിയില്ല. ചിലപ്പോൾ 8 ആവാം, 9 ആവാം, 10 ആവാം, 12 ആവാം. എത്രയാണ് നമുക്ക് എന്താണ് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്താണ് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. എങ്ങനെയാണ് പറയാൻ പറ്റുള്ളൂ? സോൾവ് ചെയ്ത് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? ലോവർ മോസ്റ്റ് നമ്പർ 1 ആൻഡ് എബോവ് 2, അങ്ങനെ എന്താണ് ഏറ്റവും താഴെ ഉള്ളത് ഏറ്റവും 1 ആണ്, പിന്നെ മേലെ 2, 3 നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ഈ മറ്റേ പോലെ ലൈന് വരച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് എന്താണ് എത്ര ആൾക്കാരുള്ളത് പറയാൻ പറ്റില്ല. നമുക്ക് എത്രയാണെന്ന് വിചാരിച്ചാൽ വരയ്ക്കുക. ചിലപ്പോൾ 12 അല്ലെങ്കിൽ 25 ആൾക്കാരുള്ളതെങ്കിൽ നമുക്ക് 25 കൂടെ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്താണ് അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ ഇനി എന്താണ് നമുക്ക് ഓരോന്നായിട്ട് ഓരോ ഹിൻറ്റുകളായിട്ട് നമുക്ക് ഫോം ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ്? ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ടി ലിവ്സ് ഓൺ സെക്കൻഡ് ഫ്ലോർ. അപ്പോൾ എന്താണ് ടി എന്താണെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് 2 പേഴ്സൺ ലിവ് അബോവ് n ഫ്ലോർ. ഇതാ 2 n, എന്നിൻ്റെ മേലോട്ട് ആരാണെന്ന് പറഞ്ഞാൽ 2 പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും 2 എണ്ണം കഴിഞ്ഞ് മേലെ നിന്ന് മൂന്നാമത്തതായിരിക്കും n എന്നുള്ളത്. അപ്പോൾ എന്തായിരിക്കും അത് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ക്യൂ ലിവ്സ് ഓൺ ദ ഫ്ലോർ വിച്ച് ഹാസ് അറ്റ് സെയിം ഡിസ്റ്റൻസ് ഫ്രം n ആൻഡ് t. അപ്പോൾ അതെങ്ങനെയായിരിക്കും? ദ ക്യൂവിൻ്റെയും എന്നിൻ്റെയും ടീൻ്റെയും. ഇപ്പോൾ എന്നും ടീയും എന്താ രണ്ടാമത്തേലും എട്ടാമത്തേലാന്ന് വിചാരിക്കുക, അതിൻ്റെ നടുക്കായിട്ട് നിൽക്കുന്ന സ്ഥലത്തായിരിക്കും ആരാ ഉണ്ടാവുക? ക്യൂ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ക്യൂവും എന്താ ഇങ്ങനെയാണുള്ളത് വിചാരിക്കുക, സോറി ദ ടിയും എന്നും ഇങ്ങനെയാണുള്ളത് വിചാരിക്കുക. അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉള്ളെങ്കിൽ അവിടെ ആരായിരിക്കും വരിക? ക്യൂ ആയിരിക്കും ഉണ്ടാവുക. ഇനിയിപ്പോൾ സപ്പോസ് എന്നും ടി ആണെങ്കിലോ അതും എന്തായിരിക്കും? ക്യൂ ആയിരിക്കും വരിക. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് വരിക എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇപ്പോൾ സപ്പോസ് എന്നിൻ്റെ ടീൻ്റെ ഇടയിൽ 3 ഗ്യാപ്പാണുള്ളത് വിചാരിക്കുക. എന്നിൻ്റെയും ടീൻ്റെ ഇടയിൽ 3 ഗ്യാപ്പാണെങ്കിൽ ക്യൂ എവിടെ വരിക? ക്യൂ മിഡിലായിട്ട് വരിക. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതാണ്? ക്യൂ എന്താണെന്ന് പറഞ്ഞത് ക്യൂ ലിവ്സ് ഓൺ ദ ഫ്ലോർ വിച്ച് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ഫ്രം n ആൻഡ് ടീൻ്റെ ഫ്ലോർ. അടുത്ത എന്താണ്? നമ്പർ ഓഫ് പേഴ്സൺ ലിവ് എബോവ് എസ് ഫ്ലോർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പേഴ്സൺ ലിവ് ബിലോ ക്യൂസ് ഫ്ലോർ. നമ്മൾ എക്സാം ലെവൽ പസിലുകളിൽ അധികവും കാണാറുള്ളതാണ് നമ്പർ ഓഫ് പേഴ്സൺ എന്താണ് ലിവ് എബോവ് അല്ലെങ്കിൽ ലിവ് ബിലോ ഈസ് ഈക്വൽ ടു എന്താണ് നമ്പർ ഓഫ് പേഴ്സൺ. ഇതിവിടെ എബോവ് ആണെങ്കിൽ ഇവിടെ ബിലോ, ഇവിടെ ബിലോ ആണെങ്കിൽ ഇവിടെ എബോവ് എന്നൊക്കെ കൊടുത്തിട്ട് ഞാൻ അധികം ഇങ്ങനെയാണ് എഴുതി വെക്കാറുള്ളത്. ഒന്നെങ്കിൽ എസ് ഇങ്ങോട്ട് ഇട്ടിട്ട് അല്ലെങ്കിൽ ഈ 2 സൈൻ ഇടാണ്ട് എസ് ഈക്വൽ ടു ക്യൂ എന്നൊക്കെയാണ്. അതൊക്കെ എന്താണ് എനിക്കൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ തൽക്കാലം ഇത് ഇങ്ങനെ തന്നെ എഴുതുക. നമ്പർ ഓഫ് പേഴ്സൺ എബോവ് എസും ബിലോ ക്യൂ എന്താണ് സെയിം ആണെന്ന്. ഇപ്പോൾ സപ്പോസ് എസിൻ്റെ മേലെ 3 ആൾക്കാരുണ്ടെങ്കിൽ ക്യൂവിൻ്റെ താഴെ എത്ര ആളുണ്ടാവും? 3 ആളുണ്ടാവുമെന്ന്. അതാണ് ഞാൻ ആ വേർഡിനെ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് അറ്റ്മോസ്റ്റ് 1 പേഴ്സൺ ലീവ് ബിറ്റ്വീൻ n ആൻഡ് ക്യൂവിൻ്റെ ഫ്ലോർ. അപ്പോൾ എന്നിൻ്റെയും ക്യൂവിൻ്റെ ഇടയിൽ എത്രയാണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയത് 1 എന്ന്. അപ്പോൾ എന്തായിരിക്കും അവരുടെ ഇടയിൽ എത്ര ആയിരിക്കും എന്നാണ് പറയുന്നത്? ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 2 പേരെന്തായിരിക്കും എന്ന് പറഞ്ഞാൽ അടുത്തുള്ള ആൾക്കാരായിരിക്കുന്നത്. അപ്പോൾ എന്നിൻ്റെയും ക്യൂവിൻ്റെ ഇടയിൽ 1 ആണെങ്കിൽ എന്തായിരിക്കും? ക്യൂവിൻ്റെ ടീൻ്റെ ഇടയിൽ എന്തായിരിക്കും? 1 തന്നെ ആയിരിക്കും. എന്നിൻ്റെയും ക്യൂവിൻ്റെ ഇടയിൽ 0 ആണെങ്കിൽ ക്യൂവിൻ്റെ ടീൻ്റെ ഇടയിൽ എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ എന്താണ് അതും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് എം ലിവ്സ് എബോവ് ഓർ ഓൻ്റെ ഫ്ലോറിനേക്കാളും മേലോട്ടാണ് എം എന്നുള്ളത്. അതും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒ ആൻഡ് ടി ഡു നോട്ട് ലിവ് അഡ്ജസൻറ്റ് ടു ദ ഫ്ലോർ ഓഫ് ഈച്ച് അതർ. ഓയും ടിയും എന്താണെന്ന് പറഞ്ഞാൽ ഓയും ടിയും നോട്ട് അഡ്ജസൻറ്റ് ടു ഈച്ച് അതർ എന്നേ ഉള്ളൂ. ഓയും ടിയും അടുത്തടുത്തല്ല എന്ന്. അപ്പോൾ എന്താണ് ഓയും ടിയും അടുത്തടുത്തല്ല എന്നും കൂടി മാർക്ക് ചെയ്യുക. ഓയും ടിയും അടുത്തടുത്തല്ല. പിന്നെന്താണ് പി ലിവ്സ് എബോവ് ആർ. പി എന്താണ് പറഞ്ഞത്? 6ൻ്റെ മേലോട്ടാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ കണ്ടീഷനൊക്കെ നമ്മളെന്താണ് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? ടി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടി എന്താണെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഫ്ലോറിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടീൻ്റെ താഴെ എത്ര ആളുണ്ടാവും? ഒരാളുള്ള ഈ ഒരാളിന് പകരം ഞാൻ എന്ത് ചെയ്ത് ഒരു വരയിട്ട്, ഒരാളിന് പകരം ഒരു വരയിട്ട്. ഇപ്പം ടീൻ്റെ മേലെ 2 ആളുണ്ടെന്നുണ്ടെങ്കിൽ ആ 2 ആളിന് വരെ 2 വരയിട്ട്.
അപ്പോൾ അവിടെ ആരെങ്കിലും വേണമെങ്കിൽ ഫില്ല് ചെയ്യാം, അത് ആരാന്ന് നമുക്ക് അറിയില്ല എന്നേ ഉള്ളൂ. അപ്പോൾ എന്താ ടീന് ഒരു ആളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ വരയിട്ട് ഇനി എങ്ങനെ ചെയ്യാം? ടീനെയും ക്യൂവിനെയും എന്നിനെയും കണക്ട് ചെയ്യുന്നൊരു വേർഡ് ഉണ്ട്. അപ്പോൾ പക്ഷേ ടീൻ്റെ ക്യൂവിൻ്റെ ഇടയിൽ ഒന്നെങ്കിൽ 1 ആവാം അല്ലെങ്കിൽ 0 ആവാം. അപ്പോൾ നമുക്ക് 2 കേസിൽ ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ 1 എന്നുള്ളൊരു കേസായിട്ടും പിന്നെ 0 ആകുന്നുള്ളൊരു കേസായിട്ടും നമുക്ക് ചെയ്യാം. അപ്പോൾ 2 കേസിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേതിൽ ഞാൻ 1 ആക്കിയിട്ട് എടുത്ത്. അപ്പോൾ ടീൻ്റെയും ക്യൂവിൻ്റെ ഇടയിൽ ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ ക്യൂവിൻ്റെ ഇടയിലോ അതും ഒരാളായിരിക്കും. അതാണ് ആദ്യത്തെ കേസ്. രണ്ടാമത്തെ കേസോ ടീൻ്റെയും ക്യൂവിൻ്റെ ഇടയിൽ ഒരാളും ഇല്ല എന്നുള്ള രീതിയിൽ എഴുതി. അങ്ങനെയാണെങ്കിൽ എന്നിതാ ഇവിടെ ആയിട്ട് വരിക. ഇനി എങ്ങനെയാണ് ഇപ്പം നമ്മൾ താഴെ എന്നുള്ള എത്രാമത്തെ നമ്മൾ കണ്ടിട്ടുള്ളൂ, മേലെ എന്നുള്ള എങ്ങനെയാണ് കാണുക നോക്ക്. എന്നിൻ്റെ മേലോട്ട് 2 ആളുണ്ട് എന്നുള്ളത്. അപ്പോൾ 2 ആളാന്ന് ഇവിടെയും കണ്ട്, 2 ആളാന്ന് ഇവിടെയും കണ്ട്. അപ്പം താഴെ നിന്ന് മേലേക്കും ഇനി വേറെ ആരും ഇല്ലയെന്ന് കിട്ടിയല്ലോ. എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലെ നിന്ന് തേർഡാന്ന് പറഞ്ഞിട്ടുണ്ട്, ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ നിന്ന് 2ാമത്തെ ഒന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 കേസിൽ നമുക്ക് ഇനി മേലോട്ടും ഇനി താഴോട്ടും ആരും ഇല്ലയെന്ന് നമുക്ക് എന്തായാലും ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വെട്ടിടാം. ഇനി ബാക്കിയുള്ളത് എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. എങ്ങനെയാണ് ഇവിടെ നോക്ക്, എസിൻ്റെ മേലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂവിൻ്റെ താഴോട്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതെങ്ങനെ ഫില്ല് ചെയ്യുക? ക്യൂവിൻ്റെ താഴോട്ട് ഇവിടെ എത്ര ആൾക്കാരുണ്ട്? 3 ആളുണ്ട്. അങ്ങനെയാണെങ്കിൽ എസിൻ്റെ മേലോട്ട് എത്ര ആളുണ്ടാവും? 3 ആളുണ്ടാവണം. 1 2 3. അങ്ങനെയാണെങ്കിൽ എസ് എവിടെ വരുള്ളൂ? ഇവിടെ വരുള്ളൂ. അപ്പോൾ എസ് എവിടെ വരിക? എസ് എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ ക്യൂവിൻ്റെ ഇടയിലായിട്ട് വരുള്ളൂ. അപ്പോൾ എസ് ഇവിടെയാണ് വരിക. എന്താ ചെയ്തത്? ക്യൂവിൻ്റെ താഴോട്ട് 1 2 3 ആളാണെങ്കിൽ എസിൻ്റെ മേലോട്ട് 1 2 3 ആളാന്ന് പറഞ്ഞ് അത്രേ ചെയ്തുള്ളൂ. ക്യൂവിൻ്റെ താഴോട്ടുള്ളത് അത്ര തന്നെ എസിൻ്റെ മേലോട്ടുണ്ടാവുന്നു. അതല്ലേ നമ്മൾ ഈ പറഞ്ഞ എസിൻ്റെ മേലോട്ടുള്ളത് ക്യൂവിൻ്റെ താഴോട്ടാണ്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ അടയാളപ്പെടുത്തി. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിലോ ക്യൂവിൻ്റെ താഴോട്ട് 2 ആളുണ്ട്. ഇവിടെയോ അങ്ങനെയാണെങ്കിൽ എസ് എവിടെ വരിക? ഇവിടെ 2 കഴിഞ്ഞ് എസ് ഇവിടെ വരണം എന്ന് പറഞ്ഞ് എസ് ഇവിടെ ഓൾറെഡി എൻ ഉള്ളതിനെ കൊണ്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഈ കേസ് ക്യാൻസലായി പോകും. രണ്ടാമത്തെ കേസ് ക്യാൻസലായിപ്പോയി. എന്താ ചെയ്തത്? ക്യൂവിൻ്റെ താഴോട്ട് 2 ആളതിനെ കൊണ്ട് എസിൻ്റെ മേലോട്ട് 2 എന്ന് പറഞ്ഞ് ഫില്ല് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ ഓൾറെഡി എന്നെ ഇരിക്കുന്നുണ്ട്. ഒരാളിരിക്കുന്ന സ്ഥാനത്ത് വേറെ ഒരാൾ വന്നിരിക്കുന്നുണ്ട്. പിന്നെ വേറെ ആൾക്ക് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ കേസ് ക്യാൻസലായിപ്പോയി. അപ്പോൾ ഈ കേസ് വെച്ചിട്ട് ബാക്കി ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തേതാണ് എമ്മിൻ്റെ താഴോട്ടാണ് ഒ എന്നുള്ളത്. എവിടെയൊക്കെ നമുക്ക് ഓന് എമ്മിൻ്റെ താഴോട്ട് ഓനെ വെക്കാം? എം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓനെ എവിടെ വെക്കാം? അല്ലെങ്കിൽ എമ്മിനെ എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓനെ എവിടെ വെക്കാം? ഇവിടെ വെക്കാനും പറ്റില്ല. അപ്പോൾ എന്തായിരിക്കും? ഇവിടെ വെക്കാനും പറ്റില്ല. എന്തുകൊണ്ടാണ്? അവിടെ ടിയും ഓയും അടുത്തടുത്തല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എമ്മിനെ എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിനെ എവിടെ വെക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ ഞാനിത് എമ്മിനെ എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓയ എവിടെ വരണം? ഇവിടെ പറ്റുമോ? ഇല്ല. അപ്പോൾ എമ്മിനെ ഓയിനെ എവിടെ വെക്കാൻ പറ്റുള്ളൂ? ഇവിടെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എമ്മിനെ ഞാനിവിടെ വെച്ച് ഓയിനെ ഇവിടെ വെച്ച്. ഇനി എന്താണ് ബാക്കിയുള്ള പിയും ക്യൂവും? പിനെ ഞാനിതാ ഇവിടെ വെച്ച് പിയും ആറിനെ ഇവിടെ വെച്ച്. അപ്പോൾ നമുക്ക് എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞ്. ഇപ്പോൾ ഇതിൽ എത്ര ആൾക്കാരാണുള്ളത്? നമ്പർ ഓഫ് പേഴ്സൺ 1 2 3 4 5 6 7 8. ഇപ്പോൾ ചോദ്യം എങ്ങനെയായിരിക്കും? 5th ഫ്ലാറ്റിൽ ആരാന്ന് ചോദിക്കുമ്പോൾ ആരാ? ഇവിടെ നിന്നാണുള്ളത്. അപ്പോൾ താഴെ നിന്നാണ് നമ്മൾ എണ്ണി തുടങ്ങേണ്ടത്. എന്തുകൊണ്ടാണ്? ലോവർ മോസ്റ്റ് ഫ്ലോർ നമ്പർ 1. ഇപ്പോൾ സപ്പോസ് ഞാനിതാ എന്തായാലും നമ്മളിപ്പോൾ നമ്പർ എണ്ണുകയാണെങ്കിൽ 1 2 3 എന്നൊക്കെ എഴുതി വരിക. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നതിൽ ഫസ്റ്റിലത്തിൽ 1 എന്ന് എഴുതി വരിക. അതിൽ അങ്ങനത്തെ പോലെ ഞാനിതാ ഇവിടെ 1 2 3 4 5 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 5th ഫ്ലോർ നേരത്തെ എന്തായിരുന്നു? എസ് ആയിരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ എഴുതുമ്പോൾ ക്യൂ എന്നാണ്. അപ്പോൾ ആൻസർ കിട്ടും. നമുക്ക് എങ്ങനെ എഴുതേണ്ടത്? ലോവർ മോസ്റ്റ് ഫ്ലോർ 1 എന്നുള്ള രീതിയിലാണ് എഴുതേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതാൻ പാടുള്ളൂ. 1 2 3 4 5 ഇങ്ങനെ തന്നെ എഴുതണം. കൺഫ്യൂഷനായി പോയത് ചിലപ്പോൾ ഇതാക്കി ചോദിക്കുക ടീൻ്റെ ഇമീഡിയറ്റ് എബോവ് ആരാന്ന്. ഇപ്പം ഇപ്പോൾ തല തിരിച്ച് എഴുതിയെങ്കിലോ ടീൻ്റെ ഇമീഡിയറ്റ് തല തിരിച്ചല്ല, ടീൻ്റെ ഇമീഡിയറ്റ് എബോവ് അല്ല, അല്ലെങ്കിൽ ടീൻ്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചോദ്യം ആയിരിക്കും വരിക. അപ്പോൾ കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറക്റ്റായിട്ട് എഴുതണം. 1st 2nd 3rd എന്നുള്ള താഴെ നിന്നാണ് തുടങ്ങേണ്ടത്. ഫ്ലോറിൻ്റെ കേസിൽ താഴെ നിന്നാണ് തുടങ്ങേണ്ടത്. ആരെങ്കിലും ഒരു ബിൽഡിങ്ങിൽ 1st ഫ്ലോർ എന്നുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് ഫ്ലോർ ആയിട്ട് ഇടുമോ? 1st ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴെയുള്ള നമ്മൾ കയറി ചെല്ലുന്ന ഫ്ലോർ ആയിരിക്കില്ലേ? ചിലപ്പോൾ ചിലതിലെ ഗ്രൗണ്ട് ഫ്ലോർ എന്നൊക്കെ പറയുക. നമ്മൾ അതിൻ്റെ നേരെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ മേലുള്ളതിനാണ് 1st ഫ്ലോർ എന്നൊക്കെ എഴുതുക. അപ്പോൾ
ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുക. ഫ്ലാറ്റ് ആൻഡ് ഫ്ലോസ് പസിലിലെ നമ്മൾ 3 പസിൽ ഇപ്പോൾ നോക്കിയിട്ടുണ്ട്. നമുക്ക് എന്താണ് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് 2 ആദ്യത്തെ 2 സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ തോന്നുന്നുള്ളത് എന്താണ് അൺസർട്ടൈൻ പീപ്പിൾ ഉള്ളതാണ്, കുറച്ച് എന്താണ് ടൈം കൺസ്യൂമിങ് ആണ്, പക്ഷേ എന്താണ് അത് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്താണ് ഡെസിഗ്നേഷൻ പസിലാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്, അത് ഇതായിട്ട് നല്ല സാമ്യമുള്ളതാണ്. ഇനിയിപ്പോൾ പറയാനുള്ളത് എന്താണ് ഷെഡ്യൂളിംഗ് പസിലാണ്. അതിലെന്താണ് ഇതേപോലെ തന്നെയാണ് നമ്മളെന്താണ് ടേബിൾ ഇങ്ങനെ വരച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇതേപോലത്തെ പസിലുകൾ എടുത്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എക്സാമിന് എന്താണ് വേണ്ടിയിട്ട് ഈ മോഡൽ പസിൽ ഇനി എടുത്ത് നല്ലോണം പ്രാക്ടീസ് ചെയ്യാം.